ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 24 റിവ്യൂ. അനിമോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു എപ്പിസോഡ് അതായിരുന്നു ഇന്ന്. അഭിനയിക്കാൻ അറിയുന്ന അനിമോൾ, അഭിനയിക്കാൻ അറിയില്ലാത്ത അനിമോൾ, അതായിരുന്നു ഇന്ന്. കരച്ചിലൊക്കെ അനിമോളിൻ്റെ അഭിനയമാണ്. താൻ ഭക്ഷണം കഴിക്കില്ലെന്ന് വാശി പിടിച്ച് പറയുന്ന അനിമോൾ, അതേ അനിമോൾ തന്നെ കട്ടെടുത്ത് ഒളിച്ച് ആപ്പിൾ തിന്നുന്നു. ഒളിച്ച് ആപ്പിൾ തിന്നുന്നത് അഭിനയിക്കാത്ത അനിമോൾ. കഴിക്കില്ലെന്ന് പറയുന്ന അനിമോൾ, അഭിനയിക്കുന്ന അനിമോൾ. ഞാൻ നിൻ്റെ അടിമയല്ലെന്ന് അനിമോൾ നെവിനോട് പറയുന്നു. ഞാൻ പാത്രം കഴുകില്ലെന്ന് പറയുന്നു. അവിടെ അഭിനയം കാണുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് പോയി പാത്രം കഴുകുന്ന അനിമോളിനെയും കാണാം. ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്ന അപ്പാനി അനിമോൾ എനിക്ക് വേണ്ട മാറ്റി വയ്ക്കാമെന്ന് പറയുമ്പോൾ മനസ്സിൽ പറയുന്ന അനിമോൾ, മാറ്റി വെച്ചേക്കാൻ ഞാൻ പിന്നെ വന്നാൽ എന്ന് മനസ്സിൽ പറയുന്ന അനിമോൾ. നൂറയും ആദിലയും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അനിമോൾ കഴിക്കുന്നു. എന്നിട്ട് ആരോടും പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ഞാൻ തോറ്റു പോകുമെന്ന് പറയുന്ന അനിമോൾ. നെവിനുമായിട്ട് മൊത്തം വഴക്കിട്ട് നടന്ന അനിമോൾ രാത്രി ഐസ്ക്രീമിന് വേണ്ടി നെവിൻ്റെ കാല് പിടിക്കുന്ന അനിമോൾ. അവിടെയൊന്നും അനിമോളുടെ അഭിനയമില്ല, റിയൽ അനിമോൾ. ബിഗ് ബോസ് അനിമോളെ കൺഫെഷൻ റൂമിൽ വിളിച്ച് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നന്നായി അഭിനയിക്കുന്ന അനിമോൾ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്നെ വിളിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായേനെന്ന്. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയല്ലേ ഇവിടെ വന്നതെന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ അതെ, ഞാൻ നന്നായിട്ട് കളിക്കുമെന്ന് പറയുന്ന അനിമോൾ. അനിമോളുടെ ഒരു ഭാവാഭിനയം അവിടെ കാണുന്നു. ആ സമയത്ത് അനിമോൾ കരിച്ചിൽ റാണിപ്പട്ടം ഏറ്റെടുക്കുന്നു. 18 പേർക്ക് ഒറ്റയ്ക്ക് ഫുഡുണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറയുന്ന അനിമോളുടെ മാസ്. ആരുടെയും സഹായം വേണ്ട, താൻ തന്നെ എല്ലാം ചെയ്യുമെന്ന്. പക്ഷെ കട്ട് ചെയ്യാനും ഇതിനൊക്കെ ആൾക്കാർ വേണം, ഇളക്കാനും ഇത് മസാലക്കൂട്ടൊക്കെ ചേർക്കാൻ മാത്രം അനിമോൾ മതി. സ്വേച്ഛാധിപരണം കിച്ചണിൽ കാഴ്ചവെച്ചത് അനിമോളാണെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം. താനൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ അമ്മയും അച്ഛനെയും ആയിരിക്കും. പക്ഷേ രനയൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന ബോയ് ഫ്രണ്ടിനെയാണെന്ന് പറയുന്ന അനിമോൾ. ഇന്നത്തെ കാലഘട്ടത്തിലെ കുലസ്ത്രീ താൻ തന്നെ ഇന്ന് തെളിയിക്കുന്ന അനിമോൾ. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. അനിമോൾ പതുക്കെ റാണിയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളവർ അനിമോളെ റാണിയാക്കും. ഒറ്റയ്ക്ക് കളിക്കാൻ കെൽപ്പുള്ളവൾ, പക്ഷേ തൻ്റെ അമിതാവേശത്താൽ അമിതമായ ആക്ടിങ്ങിൽ പടിയിറങ്ങുമോ അതോ മുന്നോട്ട് കുതിക്കുമോ നമുക്ക് കാണാം. ഇന്നും അപ്പാനി അനിമോളും പോടോ പൊടി വിളികളുണ്ടായിരുന്നു. അനിമോൾ പോടോ എന്ന് വിളിച്ചപ്പോൾ അപ്പാനി പൊടി എന്ന് വിളിച്ചു. അപ്പോൾ അനിമോൾ പറഞ്ഞു നിൻ്റെ വീട്ടിലെ പെണ്ണുമ്പളെ പോയി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള വിളികൾ. അപ്പോൾ അപ്പാനി പറഞ്ഞു എൻ്റെ വീട്ടിലിരിക്കുന്നവർ പറഞ്ഞിരുന്നു മോശമില്ലേ എന്നൊക്കെ ചോദിച്ചുള്ള ചുമ്മാ ആവശ്യമില്ലാത്ത രണ്ടുപേരും തമ്മിലുള്ള തർക്കങ്ങൾ. പോടോ പൊടി എന്നൊക്കെ ഒരു പ്രശ്നമാണ്. എനിക്കറിയത്തില്ല, പെണ്ണുങ്ങൾക്ക് പൊടിയെന്ന് വിളിച്ച പ്രശ്നം, ആണുങ്ങൾക്ക് പോടോ എന്ന് വിളിച്ച പ്രശ്നം, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? സ്വേച്ഛാധിപതികളായ നെവിനും ജിസൈലിനുമാണ് പടിപ്പുരയിൽ പോകാൻ അവസരമുണ്ടായത്. അവർ പോയി 20,000 രൂപയ്ക്കുള്ള ഫുഡുകളും നെവിൻ്റെയും ജിസൈലിനെയും കുറച്ച് ഡ്രസ്സുകളുമായി തിരിച്ചു വന്നു. കുഴിമന്തി അടക്കമുള്ള ഇഷ്ടം പോലെ വിഭവങ്ങൾ. എല്ലാവരും കൊതിച്ചു. സ്വേച്ഛാധിപതികൾ തന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 7ൻ്റെ പണി കൊടുത്ത് ബിഗ് ബോസ്. അത് കിട്ടണമെങ്കിൽ അതിന് പകരം വില നൽകണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. 20 ടാസ്കുകൾ ചെയ്തു തീർത്തെങ്കിലേ അത് കിട്ടുകയുള്ളൂ. ആര്യനൊക്കെ ആഹ്ലാദത്തിലായി. കാരണം സ്വേച്ഛാതിഥികൾ അത് ചെയ്യേണ്ടി വരുമെന്നാണ് ആര്യനൊക്കെ കരുതി. പക്ഷേ അവർക്കാണ് പണി കിട്ടിയത്. അടിമകൾ ചെയ്യണമെന്നാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. അനീഷ്, അക്ബർ, ബിന്നി, ഷാനവാസ്, ആര്യൻ, ജന ഫാത്തിമ, ഒണിയൽ എന്നീ 7 അടിമകളാണ് ഈ ടാസ്കുകൾ ചെയ്യേണ്ടത്. ഈ ടാസ്കിൽ പരാജയപ്പെട്ടാൽ അവരിൽ 3 പേർ ഡയറക്റ്റ് നോമിനേഷന് വരും. അതുമാത്രമല്ല, നെക്സ്റ്റ് വീക്കെൻഡിലും അതിനടുത്ത ഓണം വീക്കെൻഡിലും മോഹൻലാൽ വരുമ്പോൾ ആ 3 പേർക്ക് ലാലേട്ടനെ കാണാൻ പറ്റുകയില്ല. അവരെ ആക്ടിവിറ്റി റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. ടാസ്ക് പൂർത്തീകരിച്ചാലേ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. എന്താണ് ടാസ്ക് എന്നറിയണ്ടേ? 20 റൗണ്ടുകളുണ്ട്. 4 ടാസ്ക് ആദ്യം തീർക്കണം. അങ്ങനത്തെ 20 ടാസ്ക്. 4 ടാസ്കിന് 1000 പോയിന്റ്. ഒരാൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തത് അടുത്തയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പൂർത്തീകരിച്ചതിന് ശേഷമേ മൂന്നാമത്തെ അടുത്തയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 4ാമത്തെ, അങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ. 1ാമത്തെ തീപ്പെട്ടികളിങ്ങനെ ഞൊട്ടി അകത്തേക്ക് കറക്റ്റായിട്ട് ഇടുക എന്നാണ്. അത് പൂർത്തീകരിച്ച ശേഷമേ അടുത്ത് തീർക്കാൻ പറ്റൂ. 2ാമത്തെ കുറേ ബോട്ടുകൾ കമ്പി ഉപയോഗിച്ച് പൊക്കി നിർത്തുക, അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നാണ്. 3ാമത്തത് പ്ലാസ്റ്റിക് കപ്പുകൾ കൊണ്ട് കൊട്ടാരം പണിയുക. 4ാമത്തത് വെള്ളമുള്ള ബോട്ടുകൾ കറക്കി നേരെ നിർത്തുക. നട്ടിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ ടാസ്ക് വളരെ പണിപ്പെട്ടാണ് അവർ ചെയ്തത്. ബിന്നിയൊക്കെ കുറേ തവണ ചെയ്തിട്ടാണ് ശരിയാക്കിയത്. അവർ 3-4 ടാസ്ക് ചെയ്തപ്പോഴത്തേക്കും
അവർ ആകെ വല്ലാതായിപ്പോയി. എനിക്ക് തോന്നുന്നു നേരം വെളുത്താൽ ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ടാസ്ക്കാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.